നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. സുഹൃത്തുക്കളെ, ഇത് തൃശ്ശൂർ നമ്മുടെ മുളങ്ങുംതാവ് മെഡിക്കൽ കോളേജാണ്. അവിടുത്തെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. എല്ലാ ബെഡും കീറിയതാണ്. ഈ കീറിയ ബെഡിന്റെ ഉള്ളിലുള്ള മൂട്ടകളെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെ ചോര കുടിച്ച് നിൽക്കണ കുറേ മൂട്ടകളാണ് ഈ കാണുന്ന മുഴുവൻ. കണ്ടില്ലേ? ഇതുപോലത്തെ എല്ലാ ബെഡുകളും ഇവിടെ കുറേ ബെഡുകളുണ്ട്. പാവപ്പെട്ട രോഗികളാണ് ഇവിടെ മുഴുവൻ വന്നിരിക്കുന്നത്. ആ ബെഡിന്റെ മുകളിൽ വിരിച്ചിട്ടിരിക്കുന്ന കവറാണ് ഈ കാണുന്നത്. ഇതാ കണ്ടില്ലേ നിങ്ങൾ? ഈ സാമാനം മാറ്റാനുള്ള ഒരു ഇതും അതിൽ നോക്ക്. ഇതാ കംപ്ലീറ്റ് മൂട്ടകളാണ്. കണ്ടില്ലേ? ഈ സാമാനം മാറ്റാനൊന്നും ഒരാൾക്കും അതിന് പറ്റൂല, പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇത് റിയാക്ഷൻ ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ പറയാം. എൻ്റെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് ഇതുപോലൊരു സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ കുറച്ച് നാളുകളായിട്ട് അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അയാളെ കാണാൻ വേണ്ടി, ആ വ്യക്തിയെ കാണാൻ വേണ്ടി ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. കിടക്കുന്ന ബെഡിൽ നിറയെ മൂട്ട ഉണ്ടാവും. ആ ബെഡിൻ്റെ പരിസരത്തും ആ ഏരിയയിലൊക്കെ നിറച്ച് പാറ്റകളൊക്കെ അരിച്ച് നടക്കുന്നുണ്ടാവും. അവർ നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ളൊരു ചെറിയ ടേബിളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വലിപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പാറ്റകൾ വരും. അങ്ങനെ ഭയങ്കര വളരെയധികം വൃത്തിഹീനമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ കാര്യമാണ് പറയുന്നത്. എനിക്ക് അവിടുത്തെ അനുഭവം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവിടുത്തെ എങ്ങനെയെന്ന് എനിക്ക് അറിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളൊരു രോഗിയെ അവിടെ കൊണ്ടുപോയി കിടത്തുമ്പോൾ അവർക്ക് ഈ അലർജിയും ഇല്ലെങ്കിൽ ഈ അസുഖങ്ങളൊക്കെ കൂടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ അവിടെ വേണ്ടപ്പെട്ട ആൾക്കാർ, നേഴ്സോ ഇല്ലെങ്കിൽ അവിടെ അത് നോക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യമാണ് വരുന്നത്. കാരണം അവരുടെ പണിയല്ല അത്. വേണമെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് അവിടെ നിന്നോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ല നിൽക്കണ്ട എന്നുള്ള മൈൻഡിലാണ് അവർ സംസാരിക്കുന്നത്. ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ അവിടെ ഒരു വീട്ടുജോലിക്കാരൻ്റെ അവസ്ഥയാണ്. കാരണം അവിടുത്തെ നേഴ്സുമാരുടെ പണി ചെയ്യണം, അവിടെ ക്ലീൻ ചെയ്യണം, ഈ രോഗിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ അവിടെ നേഴ്സുമാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യില്ല. അവർക്ക് വേണ്ടപ്പെട്ട ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുന്നൊരു ഇതാണ് അവർക്ക്. ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മളൊരു ആളുടെ കൂടെ ഒരു എന്താ പറയുക, സ്റ്റാഫ് പോലെ ബൈസ്റ്റാൻഡർ കൂടെ നടക്കണം, അവർക്ക് എല്ലാ ഹെൽപ്പും ചെയ്തിട്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഞാൻ അവിടെ ചെന്നിട്ട് കണ്ടിട്ടുള്ളത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. കാരണം ഫ്രീ ആയിട്ടല്ലേ അവിടെ ചികിത്സിക്കുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ സഹിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ ചികിത്സ തേടുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സർവീസാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ എന്നുള്ളതാണ് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ ബെഡിലും ഇതുപോലെ മൂട്ടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു രോഗിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സേഫും അല്ല. കാരണം ഇവരൊക്കെ എങ്ങനെയാണ് അവിടുന്ന് പല അലർജീസും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗമൊക്കെ ആയിട്ട് തിരിച്ച് വരേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം അവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ ഓരോ ദിവസങ്ങളിലും മരണത്തിൻ്റെ എണ്ണം കൂടുതലാണ്. ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ഈ രോഗിയെ കാണാൻ പോകുമ്പോൾ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. പല ബെഡിൽ നിന്നും ആൾക്കാർ 2, 3, 4 ആൾക്കാരൊക്കെ പലപ്പോഴും മരിച്ച് അവിടുന്ന് പോകുന്നു. ചിലപ്പോൾ മരിച്ചു കിടക്കുന്ന ആൾക്കാരെ ഈ നഴ്സുമാർ തിരിച്ചറിയുന്ന പോലും ഉണ്ടാവില്ല. അവർ മരിച്ചിട്ടാണോ കിടക്കുന്നത് എന്താണെന്നുള്ളത് അടുത്തുള്ള ആൾക്കാർ പറയുമ്പോഴാണ് അറിയുന്നത്. അങ്ങനത്തെ കുറേ വിഷമം തോന്നിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്കറിയില്ല. എനിക്ക് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അവർ നിത്യമായി കണ്ടുപോകുന്നതുകൊണ്ട് അവർക്കത് അത്ര വിലയുണ്ടാവില്ല. പക്ഷെ എന്താണെങ്കിലും മനുഷ്യജീവനല്ലേ അവിടെ കിടക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ ആൾക്കാരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുപോലെ ഓരോ രോഗികളും അവിടെ വരുന്നത് അവരെ വീട്ടിലത്തെ അത്താണി, എന്താ പറയുക, ആ വീടിൻ്റെ നെടുങ്കല്ലായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. എന്താ പറയുക, ആ വീട്ടിൽ അവർ ജോലി ചെയ്ത് കൊണ്ടുവന്ന് നോക്കേണ്ട പല ആൾക്കാരും ആയിരിക്കും പല സിറ്റുവേഷനിൽ അവിടെ കിടക്കുന്നത്. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. എനിക്കന്ന് ശരിക്കും ഇതൊക്കെ കണ്ടപ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഈ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കണക്റ്റ് ആയത് ഈ ഒരു സംഭവമാണ്. ഞാനും പോയിട്ട് എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണിത്. ഇതൊക്കെ അധികാരികളിൽ എത്തി അവർക്കൊക്കെ അറിയണ്ടാവും. ചിലപ്പോൾ എന്നല്ല, അവർക്ക് എന്തായാലും അറിയണ കാര്യങ്ങളായിരിക്കാം. ഇനിയിപ്പോൾ എന്താണിത്, ഇങ്ങനെ തന്നെയാണോ ഈ സിസ്റ്റം പോവുക നാളെ ഇതിനൊരു മാറ്റം ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ എപ്പോഴും ഈ വലിയ വലിയ ഹോസ്പിറ്റലിലൊന്നും പോയിട്ട് അഡ്മിറ്റ് ആവാനും കുറേ ദിവസങ്ങൾ കിടക്കാനൊന്നും പറ്റില്ല. കാരണം അത്രയധികം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ അവിടെ പോയിട്ടാണ് അഭയം തേടുന്നത്. അപ്പോൾ നമുക്കൊക്കെ നല്ല എന്താ പറയുക, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നല്ല വൃത്തിയുള്ള സ്ഥലവും ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം നമ്മളും ടാക്സും കാര്യങ്ങളും എല്ലാം അടച്ചിട്ടല്ലേ നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികളൊക്കെ ഇത് കണ്ട് നാളെ ഇതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയാണ് നമ്മൾ കാണുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്.
അപ്പോൾ ഇതിനൊക്കെ നാളെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്.